എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ട്രോളിറക്കുന്നതിൽ പിന്നെ BJP ഒരു ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അത് പിന്നെ അവർ തന്നെ തിരുത്തേണ്ടി വന്നു. ഇപ്പോൾ യുവജനോത്സവം കഴിഞ്ഞ ശേഷം ഇങ്ങനെ ആളുടെ പാടിപ്പോഴുത്തുകയല്ലേ, ഇത്രയും മാത്രം പാടിപ്പോഴുത്താനൊന്നുമില്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഇതേ സംഗതി തന്നെ ഏതെങ്കിലും ഒരു വേദിയിൽ ഒരു കച്ചറ ഉണ്ടായിരുന്നെങ്കിൽ ഇവനെപ്പോലെ ഒരു നാറി ഇനി ഇവൻ ഇതും കൂടെ ഇനി പിള്ളേരെയും കൂടെ തുളച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള സംഗതി ആണ് വരുന്നത്. ട്രോളുകളിലൊക്കെ ഏറ്റവും കണ്ടത് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ അസംബ്ലിയിലെ ആ രംഗങ്ങളായിരുന്നു. അത് അത്രയ്ക്ക് പോണ്ടായിരുന്നു എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയും തോന്നിയില്ല. അത് LDF തലേദിവസം രാത്രി വളരെ രൂക്ഷമായ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെ ഇമാജിൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. അവിടെ ഒരു മുന്നണി തീരുമാനിച്ചിട്ട് അത് അവർ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. അതിൽ പിന്നെ എൻ്റെ ഇമാജിന് പ്രശ്നമാണ്. എൻ്റെ ഇമാജിന് ഞാൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ ഒന്നും ബാധിച്ചിട്ടില്ലല്ലോ. പഞ്ചായത്ത് ഇലക്ഷൻ ബാധിച്ചിട്ടില്ല, കോർപ്പറേഷൻ ഇലക്ഷൻ ബാധിച്ചിട്ടില്ല, അസംബ്ലി ഇലക്ഷൻ ബാധിച്ചിട്ടില്ല. പിന്നെ ഈ സംഭവം കഴിഞ്ഞ ശേഷമാണല്ലോ ഞാൻ അസംബ്ലി മത്സരിക്കുന്നത്. എനിക്ക് ജയിച്ചല്ലോ. അവിടെ തീരുമാനിച്ച KM മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല. KM മാണി വളരെ ദൂരെ ഭരണകക്ഷിയുടെ അങ്ങറ്റിരിക്കുകയാണ്. അതിനകത്ത് മുഴുവൻ 100-150 വരുന്ന സിവിൽ പോലീസുകാർ വേഷമിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ പുറത്ത് പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. മാണി സാർ ബഡ്ജറ്റ് സ്പീക്കർക്ക് കടന്നു വരാൻ വേണ്ടി പറ്റുന്നില്ല, അവിടെ മുഴുവൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. മാണി സാറിൻ്റെ അടുത്ത് പോയാൽ പിന്നെ ബഡ്ജറ്റ് വാങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് വാങ്ങണമെന്ന് വെച്ചാൽ ബഡ്ജറ്റ് വാങ്ങാൻ വേറെ ഒരു മാർഗ്ഗമില്ല. പിന്നെ നടന്നു പോകാൻ കഴിയുന്നത് മേശപ്പുറത്തൂടെ നടന്നു പോകാനേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് അവർ വായിച്ചു തീർന്ന് തിരിച്ച് മേശപ്പുറത്തൂടെ തിരിച്ച് നടന്നു വന്നപ്പം പിന്നെ കുഞ്ഞാലിക്കുട്ടിയും അവരില്ല എന്ന് പറഞ്ഞ് ശിവൻകുട്ടിയെ താഴെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ താഴെ ഇറങ്ങി. അത് തന്നെ ഇറങ്ങിയപ്പോൾ എനിക്ക് പിന്നെ ഈ ഡയബറ്റിസ് രാവിലെ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ലായിരുന്നു. ഷുഗറാണ്. ഒരു ചെറിയൊരു ബോധക്ഷയം പോലെയൊക്കെ വന്ന് അവിടെ കയറി കിടന്ന് അത് തന്നെ ഒരു ട്രോളിൻ്റെ ഭാഗം കിട്ടിയായിരുന്നു. ആ മേശപ്പുറത്ത് വച്ചിരിക്കുന്നു. അതൊക്കെ അല്ല, അതൊക്കെ ഒരു അവസരത്തിൽ വന്ന കാര്യങ്ങളാണ്. ഞാനപ്പം തീരുമാനിച്ചു പോയതാ. എങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കുക ശരിയല്ലല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനിച്ചു പോയതാ. അതിലൊരു സംശയം ചോദിക്കട്ടെ, കാരണം ഞങ്ങളെല്ലാം ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം, വലിയ നീളമുണ്ടല്ലോ രണ്ട് ഡെസ്ക്. ഒരു ഡെസ്കിന്റെ മേളിൽ കയറിയിട്ട് അപ്പുറത്ത് ചാടാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇല്ല, അതൊരു ഡെസ്കിന്റെ പുറത്ത് ഞാൻ ഇത്ര ദൂരയിലുള്ള കാലെടുത്ത് വെച്ച് പോകാന്നുള്ളേ ഉള്ളൂ. കാരണം അത് മടത്ത് കെട്ടിയതിൻ്റെ ഒരു ആശയം ഉണ്ടായിരുന്നല്ലോ. മടത്ത് കെട്ടായിരിക്കെ പോകാൻ പറ്റില്ല, മുണ്ട് ചവിട്ടി വീണ്ടും വീഴുന്ന കാര്യം. അപ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞ ഇപ്പോൾ UDF വനിതാ മെമ്പർമാരെ ഉപദ്രവിച്ച വിഷയമുണ്ട്, അതിൻ്റെ കേസുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. അത് നിയമസഭയിൽ ശിക്ഷിക്കപ്പെട്ടു. പാർലമെൻറ്റിൽ സംഭവം നടക്കുന്നുണ്ട്, മറ്റൊരു നിയമസഭകളിൽ സംഭവം നടക്കുന്നുണ്ട്. പിന്നെ ഒരു കേസെടുത്തിട്ടുണ്ട്, ആ കേസ് ഇപ്പോൾ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ പിന്നെ നിയമസഭയിൽ ശിക്ഷിക്കപ്പെട്ടതാണ്. ഒരു കുറ്റത്തിൽ 2 ശിക്ഷ ഉണ്ടോ എന്നുള്ളവരും കോടതിയാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇപ്പം കോടതിയിലിരിക്കുകയാണ്, വരട്ടെ നോക്കാം. സംഭവം പോലെ എനിക്കറിയില്ല, ഞാൻ സംശയം ചോദിക്കുകയാണ്. SFIയിൽ ഉണ്ടായിരുന്ന സമയത്ത് സെനറ്റിൽ AV വർഗീസ് VC അതുണ്ടായിട്ടുണ്ട്. നിങ്ങളുൾപ്പെടെ 32 പേര് സെനറ്റ് ചേംബർ പിടിച്ചെടുക്കുകയും ബന്ദിയാക്കി നിൽക്കുകയും പിന്നെ പോലീസ് നിങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് പോവുകയും അവർക്ക് ഉണ്ടായൊരു സംഭവം. ഇപ്പോൾ AV വർഗീസ് IAS ആയിരുന്നു. അപ്പോൾ IAS VC പ്രവേശിപ്പിക്കില്ല എന്നുള്ളൊരു സമരം ആരംഭിച്ചു. സ്കൂളും കോളേജെല്ലാം അവധി കൊടുത്തു. അന്ന് സുരേഷ് കുറുപ്പും CP ജോണും ബിനോയ് വിശ്വം ബിനോയ് വിശ്വം പിന്നെ നമ്മുടെ ഇപ്പോൾ വയനാട് മത്സരിച്ച CPയുടെ സ്ഥാനാർത്ഥി സത്യൻ മൊകേരി പിന്നെ ഈ സെറ്റൊക്കെയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും അവധി കൊടുത്ത് സെനറ്റ് നടത്തൂല്ല ഞങ്ങൾ തീരുമാനിച്ചു. നടത്താൻ അനുവദിക്കില്ല തീരുമാനിച്ചു. പിള്ളേരാരുമില്ല, എല്ലാ പിള്ളേരും അന്ന് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റ് നടത്തുന്ന സമയമാണ്. അപ്പോൾ പിന്നെ അത് സൂര്യനാണ്, ആറ്റയ്ക്ക് സൂര്യനാണ് അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ. ഓർമ്മിച്ച് പറയുക, സൂര്യനാണ് ചെയർമാൻ. കുട്ടികൾ വളരെ കുറവ്. അപ്പോൾ എല്ലാ ക്യാമ്പസിലും ചെന്ന് പറഞ്ഞും കുട്ടികൾക്കെല്ലാം ബാഡ്ജെല്ലാം വിതരണം ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഓഫീസിൻ്റെ ഫ്രണ്ട് വെച്ചാണ്. എല്ലാവരും അവിടെ വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ അവിടെ വന്ന്, എങ്കിലും പിന്നെ അവിടെ കയറാൻ ധൈര്യമുള്ള കുറേ കുട്ടികളുണ്ടായിരുന്നു.
ഞങ്ങളെല്ലാം പോയായിരുന്നു. സെനറ്റ് ഹാളിനകത്ത് കയറി. സെനറ്റ് ഹാള് അടച്ചു. ആ പോലീസ് സെനറ്റ് ഹാൾ അടച്ചാൽ വെറുതെ വിടുമോ? MM അലക്സാണ്ടർ ആയിരുന്നു അന്ന് മർദ്ദക വീരനായിട്ടുള്ള ഒരു വലിയൊരു പോലീസ് ഓഫീസർ. MM അലക്സാണ്ടർ പൂജപ്പുര താമസിക്കുന്നതായിരുന്നു. പിന്നെ അദ്ദേഹത്തിനെ ചെന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം സല്യൂട്ട് അടിക്കുകയും ചെയ്തിട്ടുണ്ട് മേയറായിരുന്നപ്പോൾ. പിന്നെ അവരെ തള്ളി തുറന്നു. അടിച്ചു പൊട്ടിച്ചകത്ത് പോലീസ് കയറി. എല്ലാവരെയും നന്നായി അടിച്ചു. എല്ലാവർക്കും നന്നായി തല്ല് കിട്ടി. പിന്നെ ഞങ്ങളെ പാർട്ടി നെയ്യാറ്റിൻകരയുള്ള ഒരു ആശാൻ്റെ അവിടെ കൊണ്ട് ഒരു മാസക്കാലം താമസിപ്പിച്ച് എല്ലാവർക്കും ചികിത്സയൊക്കെ നൽകി. പൂഴിക്കുന്നില്ല. പിന്നെ അന്ന് സുരേഷ് കുറുപ്പിന് പരിക്കുണ്ട്, ബാലേന്ദ്രന് പരിക്കുണ്ട്. എനിക്കിങ്ങനെ മുറിവുണ്ടായില്ല, അടിയുണ്ട്. അന്നൊക്കെ അതൊരു ആവേശമായിരുന്നു. ഇന്നിപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കാൻ പറ്റില്ല. അതിനുള്ള ആരോഗ്യസ്ഥിതി ഇന്നില്ല. കണ്ടിരുന്നു. അത് കുറുപ്പിൻ്റെ അഭിപ്രായം. ഗ്രൂപ്പൊക്കെ കുറച്ചുകൂടെ കേരള രാഷ്ട്രീയത്തിലെ മേളിലേക്ക് എത്തേണ്ട ആളായിരുന്നില്ലേ? പാർട്ടിയാണല്ലോ, പല ഘടകങ്ങൾ വെച്ചിട്ടാണല്ലോ പാർട്ടി തീരുമാനിക്കുന്നത്. പോലെ തന്നെ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നാണ് CP. ഈ CP ജോൺ ഈ ബദലിന്റെ സമയത്ത് ശിവൻകുട്ടി സാറിനെ പറ്റി പറഞ്ഞത്, ശിവൻകുട്ടി സാറിന് ഒരു ചെറിയ ചായ ബദൽ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അത് എന്താണ് അതിന്റെ വാസ്തവം? എനിക്ക് യഥാർത്ഥത്തിൽ ബദൽ എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഞങ്ങളിന്ന് MLA ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. MLA ക്വാർട്ടേഴ്സ് ഹോൾഡ് ബ്ലോക്ക് 42. മത്തായിച്ചായ്ക്ക് ഞാനുമായിട്ട് താമസിക്കുന്ന അവിടെയാണ്. മത്തായിച്ചായെ കുറിച്ച് താത്വികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഞാൻ അങ്ങനെ താത്വികമായിട്ടൊന്നും ഉള്ള ഒരുപാട് പഠനവും നടത്തിയിട്ടില്ല. കാരണം എൻ്റെ കുടുംബമൊന്നും അങ്ങനെ ഒരു വിദ്യാഭ്യാസവും വായനയുടെയൊക്കെ ഒരു കുടുംബമൊന്നുമല്ല. ഒരു സാധാരണ ഒരു കച്ചവടക്കാരൻ്റെ, എൻ്റെ അച്ഛനൊരു പലവ്യഞ്ജന കച്ചവടമായിരുന്നു. അമ്മ ഒരു പിന്നെ സാധാരണ വീട്ടമ്മയായിരുന്നു. പിന്നെ അമ്മ ദേശാനി പത്രമൊക്കെ പിന്നെ വായിച്ചു തുടങ്ങി, എൻ്റെ പടമൊക്കെ വന്നു തുടങ്ങിയ ശേഷം. പിന്നെ അപ്പം യഥാർത്ഥത്തിൽ എനിക്കതിലൊരു ബന്ധവുമില്ല. മത്തായി ചാക്കോയ്ക്ക് അതിലൊരു ബന്ധവുമില്ല. എങ്ങനെയോ അതിൽ മത്തായി ചാക്കോയുടെ പേര് പെട്ടുപോയി. പിന്നെ ഈ ബദൽ രേഖ പിന്നെ മനസ്സിലാക്കി. നമ്മളത് മനസ്സിലാക്കിയല്ലത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമുക്കൊന്നും എന്താണെന്ന് മനസ്സിലാവില്ലല്ലോ. പിന്നെ അത് മനസ്സിലായി. നമ്മളങ്ങനെ പിന്നെ നമ്മുടെ എല്ലായിടത്തും ശത്രുക്കളും മിത്രങ്ങളും ഉണ്ടാവുമല്ലോ. ഇഷ്ടമില്ലാത്തവരെല്ലാം അവൻ ഇന്ന ആളാണെന്ന് പറഞ്ഞെങ്കിൽ തള്ളാൻ എളുപ്പമാണല്ലോ. പക്ഷെ എന്നാലും CPM-നെ സംബന്ധിച്ചിടത്തോളം സത്യമുള്ള പാർട്ടിയാണ്. സത്യം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയുന്നതിന് തെളിവാണ് ഞാനൊക്കെ ഈ ഉത്തരവാദിത്തത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ വളരെ സാധാരണക്കാരനായിട്ട് വന്നിട്ട് പാർട്ടിയിലൂടെ വളർന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി, കോർപ്പറേഷൻ കൗൺസിലറായി, മേയറായി, മന്ത്രിയായി. പക്ഷെ നമ്മുടെയൊക്കെ ഒരു യുവാക്കളായിട്ടിരിക്കുന്ന സമയത്താണ് മേയറായിരിക്കുന്നത്. അപ്പോൾ അതിൽ ഭയങ്കര രസകരമായ സാധനം എന്ന് പറഞ്ഞാൽ പല കൗൺസിലും ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒട്ടുമില്ല. 50-20 എപ്പോ വേണമെങ്കിലും ഈ കോർപ്പറേഷനിൽ LDFന്റെ ഭരണം എപ്പോ വേണമെങ്കിലും താഴെ വീഴും. പക്ഷെ എങ്ങനെയാണ് അത് നിലനിർത്തിയത്? അത് കൗൺസിലിൽ ഇപ്പോൾ BJP-ക്കാർ ചില വിഷയങ്ങൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, PDP ചില വിഷയങ്ങൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയെല്ലാം ഒരു സർക്കസ് പോലെ അങ്ങോട്ട് കേട്ട കഥ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാള് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അവർക്കെതിരായിട്ടുള്ള ആരെങ്കിലും കുറച്ച് പേരെടുത്ത് വരാതിരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ LDF ഭൂരിപക്ഷം കിട്ടും. അതൊക്കെ അങ്ങനെ നമ്മളെ ഈ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം മിടുക്കന്മാരാണല്ലോ നമ്മുടെ നാട്ടിലുള്ളവർ. ഓരോരുത്തരെ പറ്റിയും അറിയാത്ത കഥകൾ പിന്നെ ഒരുപാട് പറയും. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നു, പാർവതിയാനുള്ള പറഞ്ഞത്, പിന്നെ SK ഹോസ്പിറ്റൽ ഞാൻ മേയർഷിപ്പ് കഴിഞ്ഞിറങ്ങിയപ്പോൾ പറഞ്ഞ തന്നെ പാർവതിയുടെ അടുത്ത ക്ലോസ് ഫ്രണ്ട് ചോദിക്കുന്നത് SK ഹോസ്പിറ്റലിൻ്റെ മോലാളിൻ്റെ പേര് ശിവൻകുട്ടി എന്നാണ്. ഹോസ്പിറ്റലൊക്കെ നേരെ പോകുന്നുണ്ടോ? SK ഹോസ്പിറ്റൽ നമ്മുടെ എന്നാണ് പറയുന്നത്. അതേപോലെ വേറൊരു
പ്രവർത്തകരുടെ പേര് ഞാൻ പറയുന്നില്ല. ഓ ആ ശിവകുട്ടിയേട്ടനെ പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിലിട്ട് കോൺഗ്രസ്സുകാർ കുത്തി വയറ് കീറി കുടൽമാല തറയെ വീണിന് അതെടുത്ത് ഇങ്ങനെ തിരിച്ച് ശിവകുട്ടിയുണ്ടായി തിരിച്ച് വയറിനകത്താക്കി കയറ്റി വെച്ച്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്നെ ആരും അങ്ങനെ കുത്തിയിട്ടുമില്ല, അടിച്ചിട്ടുമില്ല. പിന്നെ വലിയ ഗുണ്ടയാണെന്ന് പറയും. ഞാൻ ഇന്ന് വരെ ഒരു ഈച്ചയെ പോലും കൊന്നിട്ടേ ഇല്ല, ഒരാളുടെ പോലും അടിവിടാൻ പോയിട്ടേ ഇല്ല, എന്നെ ഒരു ഗുണ്ടകളും അടിച്ചിട്ടുമില്ല. പോലീസിൽ നിന്നെല്ലാം കുറച്ച് അടിയെല്ലാം വാങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ് പരത്തുന്നതിന് വേണ്ടി എളുപ്പമാണ്. എന്തെങ്കിലും ഒരു കാര്യം മതി അങ്ങ് പറഞ്ഞങ്ങ് വരുത്തി ആവാം. പക്ഷെ അന്ന് തലസ്ഥാനത്തിൽ ഒരു സമരം നടന്നതല്ലേ, എവിടെ പോലീസ് ജീപ്പ് തടയണമെന്നും എവിടെ KSRTC ബസ് തടയണം എന്നുള്ളതും തീരുമാനിച്ചിരുന്നത്. അല്ല അന്നൊക്കെ സമരം, വിദ്യാർത്ഥികളുടെ സമരം ഈ 87 ഗവൺമെന്റ് 87 നല്ല സമരമായിരുന്നല്ലോ വിദ്യാർത്ഥി. ആ സമരത്തിന് തൊട്ടു മുമ്പാണ് LDF ഗവൺമെന്റ് തൊട്ടു മുമ്പാണ് ഈ സമരങ്ങളെല്ലാം നടക്കുന്നത്. ഇതെല്ലാം പറയുമ്പോൾ രാഷ്ട്രീയം എല്ലാം പറയുമ്പോൾ തന്നെ ഈ ശിവൻകുട്ടി ഒരു നല്ല ഫുട്ബോളർ കൂടിയല്ലായിരുന്നു. ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഞാൻ ഈ ചെറുവൈക്കലിൻ്റെ പ്രദേശത്ത് ഒരു ലോക്കൽ ഫുട്ബോൾ ക്ലബ്ബുണ്ടായിരുന്നു. അത് 40-ാം വർഷം ഇപ്പോഴും അതിൻ്റെ എഡിഷൻ ഫുട്ബോൾ ടൂർണമെൻറ്റ്, ലോക്കൽ ടൂർണമെൻറ്റ് നടത്തുന്നുണ്ട്. ഞാൻ MG കോളേജ് ടീമിലുണ്ടായിരുന്നു, SM കോളേജ് ഫുട്ബോൾ ടീമിലുണ്ടായിരുന്നു, പിന്നെ ഇന്റർ യൂണിവേഴ്സിറ്റിയുടെ സൗത്ത് സോൺ ടീമിലുണ്ടായിരുന്നു. ഞാൻ ഒരു ഫുട്ബോൾ കളിക്കാരനാണ്, ഫുട്ബോളിൻ്റെ ആരാധകനാണ്. കളിച്ചിരുന്നവർ പറയുന്നത് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ അവർ വൈകിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടെ വന്നിട്ട് ഒരുപാട് ഫൗളിങ് ആയിരുന്നു എന്ന് പറയുന്നത്. അതൊക്കെ ഞാൻ നേരത്തെ പിന്നെ കുടലിൻ്റെ കാര്യം പറഞ്ഞാൽ